സ്റ്റുഡൻസ്, നമ്മൾ ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റും ഇൻട്രാ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റും നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റിലെ ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റും ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റുമാണ്. ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എവരി ഗ്രൂപ്പ് ഈസ് ആൻ അറ്റ്ലീസ്റ്റ് പാർഷ്യൽ കോൺഫ്ലിക്റ്റ് വിത്ത് എവരി അതർ ഗ്രൂപ്പ് ഓഫ് ഇൻട്രസ്റ്റ് വിത്ത് ദ ഗ്രൂപ്പ് ഓഫ് ഡിഫർ ഗോൾസ്, work activities, process and prototype. The sources of intergroup conflict are incompatible goals, task interdependence, resource allocation, competition, incentives and reward system, difference in values as perceptions, etc. അത് നമ്മൾ ഒരുപാട് ഗ്രൂപ്പ് ആൾക്കാരുണ്ടാവും. ഈ ഗ്രൂപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് പാർഷ്യലായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിരിക്കും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഉണ്ടാവുക. അപ്പം എവരി അതർ ഗ്രൂപ്പ്, അതായത് ഓരോ ഗ്രൂപ്പിൻ്റെയും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും അവരുടെ ഗോൾ എന്ന് പറയുന്നതും അവരുടെ വർക്ക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതും അവരുടെ പ്രോസസ്സും പ്രോട്ടോടൈപ്പും ഒക്കെ എന്ന് പറയുന്നതൊക്കെ എന്താണ് ഡിഫറൻസ് ആയിരിക്കും. അതുപോലെ തന്നെ അവരൊക്കെ ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് അവരുടെ ഗോൾസൊക്കെ ഡിഫറൻസ് ആയിരിക്കും. അവരുടെ ടാസ്ക് എന്ന് പറയുന്ന ഇൻ്റർ ഡിപ്പെൻഡൻസ് ആയിരിക്കും. റിസോഴ്സസ് അലോക്കേഷൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ആയിരിക്കും. അവരുടെ കോമ്പറ്റീഷൻസ് ഓഫ് ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. റിവാർഡ് സിസ്റ്റങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. വാല്യൂസും പെർസെപ്ഷൻസും ഒക്കെ ഡിഫറൻസ് ആയിരിക്കും. അതാണ് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇസ് എസെൻഷ്യലി സെയിം ഇൻ ദ ബേസ് ഓഫ് ഇൻ്റർ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ്. ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റും ഇൻ്റർ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റും ഏകദേശം സെയിം തന്നെയാണ്. അതായത് ജസ്റ്റ് ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എഴുതുന്ന സമയത്ത് ഇൻ്റർ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇത്രയുമാണ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റിലുള്ളത്. ഇനി ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റിൽ ഇൻ്റർ ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ് ആണ് ഫസ്റ്റ് വൺ. The bases to inter-organization conflict are essentially the same as the base on intergroup conflict. In the type of inter-organization conflict are between management method, government, management method, management, union, government, etc. അതായത് ഇൻ്റർ ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം തന്നെ ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റുമായിട്ട് ഏകദേശം സാമ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ട് ഇൻ്റർ ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റിനെ കൺസിഡർ ചെയ്യുന്നതാണ് ഇൻ്റർ ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതായത് മാനേജ്മെൻറ്റ് മെത്തേഡ്, ഗവൺമെൻറ് മെത്തേഡ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് മെത്തേഡ്, മാനേജ്മെൻറ്റ്, യൂണിയൻ, ഗവൺമെൻറ്, അങ്ങനെ ഓർഗനൈസേഷൻ്റെ ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധമുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ഇൻ്റർ ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അത് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റുമായിട്ട് ഏകദേശം സാമ്യമുള്ള ഒരു കോൺഫ്ലിക്റ്റുമാണ്. അതേപോലെ ഇൻട്രാ ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ് കുറച്ച് തരത്തിലാണുള്ളത്. ഇൻട്രാ ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റിൽ ഫസ്റ്റ് വണ്ണാണെന്ത് ഹൊറിസോണ്ടൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ എംപ്ലോയേഴ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് as the same hierarchical level in organization. അതായത് എന്താണ് ഫസ്റ്റ് ഇൻട്രാ ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കോൺഫ്ലിക്റ്റ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ സെയിം ഹൈറാർക്കിയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ കൺസിഡർ ചെയ്യുന്നതാണ് എന്ത് ഹൊറിസോണ്ടൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ കോൺഫ്ലിക്റ്റ് ആണ്. റെഫേഴ്സ് ടു എനി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഹൈറാർക്കിയൽ ലെവൽ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇറ്റ് ഒക്കേഴ്സ് ലെവൽസ് ഇൻ സെപ്പറേറ്റ് സബോർഡിനേറ്റ് റിലേഷൻസ്. അതായത് എന്താണ് വെർട്ടിക്കൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൈറാർക്കിയൽ ലെവലിലുള്ള ഓർഗനൈസേഷൻ്റെ കോൺഫ്ലിക്റ്റ് കൺസിഡർ ചെയ്യുന്ന സെപ്പറേറ്റ് സബോർഡിനേറ്റ് റിലേഷൻസ് ആയിരിക്കും വെർട്ടിക്കൽ കോൺഫ്ലിക്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ദ റീസൺ ഫോർ വെർട്ടിക്കൽ കോൺഫ്ലിക്റ്റ് ആർ ഇൻആഡ്വക്കേറ്റ് കമ്മ്യൂണിക്കേഷൻ, ഡിഫറൻസ് ഓഫ് ഇൻട്രസ്റ്റ്, പെർസെപ്ഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ബിറ്റ്വീൻ പാർട്ടീഷൻ ഹോൾഡേഴ്സ്, ഈക്വലി പാരൻസ് ഇൻ ഡിഫറെൻറ്റ് ലെവൽ. അതായത് എന്താണ് ഈക്വൽ ആയിട്ടുള്ള പാരൻസിൻ്റെ ഹോൾഡിങ്ങിൽ ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പേഴ്സൺസിനാണ് വെർട്ടിക്കൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ഇൻട്രസ്റ്റ് ഡിഫറൻസ് ആയിരിക്കും, പെർസെപ്ഷൻസ് ഡിഫറൻസ് ആയിരിക്കും. ഇതൊക്കെയാണ് എന്ത് ഈ ഒരു വെർട്ടിക്കൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇൻട്രാ ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ് ആണ് ലൈൻ സ്റ്റാഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ലൈൻ സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ്. അതായത് ലൈൻ സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റുമായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് എന്ത് ലൈൻ സ്റ്റാഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ.